ഇന്ത്യയിലെ വിമാനയാത്രക്കാർ ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരം കൊണ്ടുവരാൻ പോവുകയാണ് അല്ലേ? അതെ. അതായത് ഇൻഡിഗോ പ്രതിസന്ധി ഈ മാസം ആദ്യമായിരുന്നു ഇൻഡിഗോ പ്രതിസന്ധി ഉണ്ടായത്. ഒരുപാട് പേര് വലിയ പ്രതിഷേധം ഒക്കെ വിമാനത്താവളങ്ങളിലെ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ വലിയൊരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ ഇവർ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. കാരണം ആവശ്യത്തിനുള്ള പൈലറ്റ്സിനെയും ക്രൂവിനെയും ഒക്കെ ഇവർ ആക്കി വെക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇൻഡിഗോ ചെയ്തത് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിനൊരു മറികടക്കണമല്ലോ. ഇതിനൊരു തീരുമാനമുണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനൊരു മറുമരുന്നുണ്ടാക്കണം. 2 വിമാന കമ്പനികളാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്, ഇൻഡിഗോയും എയർ ഇന്ത്യയും. ഏതാണ്ട് 90% വിപണിയുടെ 90% ഈ 2 കമ്പനികൾക്കായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു കുത്തനെ ഉയരുന്ന വിമാന ചാർജ്. ഒരു അവധിക്കാലമായിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വലിയ രീതിയിലുണ്ടായിരുന്നു. പലപ്പോഴും അവർ സമ്പാദിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം. പലരും ആ യാത്ര വേണ്ട എന്ന് വെക്കുന്നു. പ്രിയപ്പെട്ടവരെ കാണാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഗവൺമെൻറ് ചിന്തിച്ച 2 കാര്യങ്ങളുണ്ട്. ഈ ഒരു കുത്തക അവസാനിക്കണം. കുത്തക അവസാനിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. കാരണം ഈ 2 പേരെ മാത്രം ആശ്രയിച്ച് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ പണിമുടക്കിയാലും എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടു. കൂടാതെ ഈ ഒരു കൂടുതൽ ആളുകൾ ഈ കമ്പനികൾ, അതായത് വ്യോമയാന കമ്പനികൾ ഇതിലേക്ക് വരുമ്പോൾ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു രംഗം അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ കുത്തനെ ഫ്ലൈറ്റ് ചാർജ് കൂട്ടുന്നതിനെ എന്താ പറയുക, ഒരു തട വയ്ക്കാനായിട്ട് അവിടെ സാധിക്കും. അപ്പോൾ എയർലൈൻ ഓപ്പറേറ്റേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇതിൻ്റെ കൂടെ നടക്കുന്നത്. ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്നത്, അതായത് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത് അൽ ഹിന്ദ് എയർ എന്ന് പറയുന്ന ഒരു വ്യോമയാന കമ്പനിക്ക്, ഫ്ലൈ എക്സ്പ്രസ്സിന് ഷാങ്ക് എയർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തും ആവട്ടെ, ഈ 3 കമ്പനികൾക്കാണ് ഇപ്പോൾ NOC നൽകിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയുടെ ആകാശം ഭരിക്കാനായിട്ട് ഈ 3 കമ്പനികൾ കൂടി വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു വലിയ രീതിയിലുള്ള മാറ്റത്തിന് വഴി തുറക്കുമെന്ന് പറയുന്നുണ്ട്. ഈ അൽ ഹിന്ദ് എയർ എന്ന് പറയുന്നത്, അവർക്കൊരു കേരള ബന്ധം കൂടിയുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്, ഇവിടുത്തെ ആസ്ഥാനം, ഇന്ത്യയിലെ ആസ്ഥാനം കോഴിക്കോട് നിന്നാണ്. സൗദി അറേബ്യ ആസ്ഥാനമായിട്ടുള്ള സൗദി അറേബ്യ ആസ്ഥാനമായിട്ടുള്ള അൽ ഹിന്ദ് ഗ്രൂപ്പിൻ്റേതാണ് ഈ ഒരു സ്ഥാപനം. പക്ഷെ അവരുടെ കോഴിക്കോട്ടാണ് ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 20,000 കോടി രൂപയുടെ വിറ്റുവരവുള്ള ഒരു ടൂറിസം കമ്പനിയാണ് അൽ ഹിന്ദ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1990കളിലാണ് ഇവർ കേരളത്തിൽ സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലും UAE-യിലും സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ലോകമെമ്പാടും ഏതാണ്ട് 130-ലധികം ഓഫീസുകൾ ഇവർക്കുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. PV വത്സരാജ് ആണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ചെയർമാൻ T അഹമ്മദ് ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനൊപ്പം തന്നെയാണ് മറ്റ് 2 ഗ്രൂപ്പുകൾ കൂടി വരുന്നത്. ഏതാണ്ട് 2 വർഷത്തിനുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര റൂട്ടുകൾ ഇവർ വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എയർബസ് A320 വിമാനങ്ങൾ ഉപയോഗിക്കുകയും അവരുടെ വിമാന കമ്പനിയുടെ എണ്ണം ഏകദേശം 20 ഉയർത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. 100 മുതൽ 240 വരെ ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു ബോഡി ഉള്ള വിമാനമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക എന്ന് പറയുന്നു. 200 മുതൽ 500 കോടി രൂപയാണ് ഇതിൽ അവർക്ക് പ്രാരംഭമായിട്ടുള്ള നിക്ഷേപം ഉണ്ടായിരുന്നത്. ഇനി ഷാങ്ക് എയർ എന്ന് പറയുന്നത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് NOC ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. ഉത്തർപ്രദേശിൽ ആണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെ മുൻനിര പൂർണ്ണസേവന എയർലൈൻ ആവുക. ഈ 3 എയർലൈനും പൂർണ്ണമായിട്ട് ഇപ്പോൾ നടത്താൻ പോകുന്നത് ആഭ്യന്തര വിമാന സർവീസ് ആയിരിക്കും. പിന്നീടായിരിക്കും ഇവർ പുറത്തേക്കുള്ള വിമാന സർവീസുകളെ കുറിച്ച് തീരുമാനിക്കുക. നിലവിൽ ഇവർ ആഭ്യന്തര വിപണിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തര വ്യോമയാന മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ 3 കമ്പനികളും വരുന്നത്. ഇതിനുശേഷം ഇത് കൃത്യമായി ചിട്ടപ്പടി നടപ്പിലാക്കിയതിനു ശേഷം മാത്രമാണ് പുറമേക്കുള്ള സർവീസുകൾ ആരംഭിക്കാൻ പോകുന്നത്. ഇനി ഇതെല്ലാം എങ്ങനെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുക എന്ന് ചോദിക്കുമ്പോൾ, കൂടുതൽ
വിമാന സർവീസുകൾ വരുമ്പോൾ, എയർ കമ്പനികൾ വരുമ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ സുതാര്യമാക്കും. കാരണം ഇപ്പോൾ ആകെ ഉള്ളത് 2 സർവീസാണല്ലോ, എയർ ഇന്ത്യയും ഇൻഡിഗോയും. അതിൽ ഇൻഡിഗോയാണ് പണിമുടക്കിയത്. അപ്പോൾ ഇൻഡിഗോയുടെ കാര്യത്തിലും ഇതുവരെയും തീരുമാനമൊന്നും ആയിട്ടില്ല. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കാനുമുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ എയർ കമ്പനികൾ വരുമ്പോഴേക്കും വിമാനയാത്രയുടെ ചെലവ് കുറയ്ക്കുമെന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. നിലവിൽ ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യക്കും വിമാന നിരക്കുകൾ എപ്പോൾ വേണമെങ്കിലും തോന്നുംപടി കൂട്ടാനുള്ള ഒരു ശേഷി അവർക്കുണ്ട്. അതിൻ്റെ അധികാരം അവരിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അപ്പോൾ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് അവരുടെ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് കൊടുക്കേണ്ടി വന്നത് വലിയ തുക തന്നെയാണ്. അത് നമുക്ക് നിസ്സാരമായിട്ട് കാണാം. 2000 രൂപ ചാർജ് ഉള്ളിടത്തൊക്കെ ചിലപ്പോൾ കുത്തനെ ഉയർന്ന് 4000, 5000 രൂപ ഫ്ലൈറ്റ് ചാർജ് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും നമുക്ക് സ്വാഗതാർഹമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇൻഡിഗോ നടത്തിയിട്ടുള്ള ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഇന്ത്യ ലൈവ് നിരന്തരം ചർച്ച ചെയ്തതും പുറത്തു പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷമാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും അതായത് ഫ്ലൈറ്റ് യാത്ര നടത്തുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക്, ഒരുപക്ഷെ ഇനിയിപ്പോൾ കൂടുതൽ കമ്പനികൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നിരക്ക് താഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പലരും ഇപ്പോഴും ഫ്ലൈറ്റിൽ കയറാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു നല്ല വശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രിയൻ എന്ത് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ? അതായത് ഒരു ഡിയോപ്പൊളി ഉണ്ട്. ഈ പറയുന്ന 2 വിമാന കമ്പനികൾ മാത്രമാണ് ഈ മേഖലയിലുള്ളതെന്ന്. 2 പേരുടെ കയ്യിൽ ഇതിൻ്റെ ഒരു എല്ലാം അടക്കി ഭരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരിക എന്നുള്ളതാണ്. പണ്ട് നമുക്ക് ഉഡാൻ എന്ന് പറയുന്ന പദ്ധതിയൊക്കെ കൊണ്ടുവന്നതാണ്. ആ ഉഡാൻ പദ്ധതിയൊക്കെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര കണക്ടിവിറ്റിയെ കൂടുതൽ സ്വീകാര്യമാക്കാനും കൂടുതൽ പ്രയാസമില്ലാതെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വിമാന കമ്പനികൾ വരുന്നു, ചെറിയ വിമാനങ്ങൾ വരുന്നു. അതായത് ചെറിയ വിമാനം ഒരു 20 or 25 പേർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന ചെറു വിമാനങ്ങൾ, എയർ സ്ട്രിപ്പുകൾ കൂട്ടുക. അങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ തന്നെ വിമാനത്താവളങ്ങളുണ്ട്. 3 വിമാനത്താവളങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 3 വിമാനത്താവളങ്ങളല്ലാതെ മറ്റു മേഖലകളിലേക്ക് ഒന്ന് പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ചെറു വിമാനങ്ങളെ എയർ സ്ട്രിപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ തമിഴ്നാട് പോലുള്ള വിശാലമായ സ്റ്റേറ്റുകളിലൊക്കെ ചെറിയ വിമാനത്താവളങ്ങൾ, എയർ സ്ട്രിപ്പുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടേക്ക് ചെറിയ വിമാനങ്ങൾക്ക് യാത്ര നടത്തുകയാണെങ്കിൽ കുറഞ്ഞ നിരക്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് യാത്ര ചെയ്യാൻ കഴിയും. അത് ഇന്ത്യയിലെ നഗരങ്ങളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റാനും പറ്റും. അത് വലിയ ഉപയോഗപ്രദമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയപ്പെടുന്ന കാര്യം. അപ്പോൾ ഈ കൂടുതൽ വിമാന കമ്പനികൾ ഇതിലേക്ക് വരുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് തിരഞ്ഞെടുക്കൽ കുറച്ചുകൂടെ എളുപ്പമാക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻനിർത്തി തന്നെ ആകണം ഒരുപക്ഷെ കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിരുന്നതും.